പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മണ്ഡലത്തിൽ ചുമരെഴുത്തുകൾ ആരംഭിച്ചു. വലിയപാടം മേഖലയിലാണ് ചുമരെഴുത്തുകൾ ആരംഭിച്ചത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചുമരെഴുത്ത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് നിയോജക മണ്ഡലം. പല കാരണങ്ങളാണ് അതിലുള്ളത്. രാഹുൽ സ്ഥാനാർത്ഥിയാകുമോ, ആര് സ്ഥാനാർത്ഥിയാകും തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പാലക്കാട് നിയോജക മണ്ഡലം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യ പടിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. ചുമരെഴുത്തുകൾ ആരംഭിച്ചു. പാലക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ചുമരെഴുത്ത്. ഇതിൽ പേരിന്റെ സ്ഥലം ഒഴിച്ചിടുക എന്നുള്ളതാണ്. ഇപ്പോൾ പേരിന്റെ സ്ഥലം ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി ചുമരെഴുത്ത് ആരംഭിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് നമ്മൾ പേരെഴുതാന്നുള്ള ലക്ഷ്യത്തിലാണ്. ഞങ്ങളുടെ ഒന്നാം ഘട്ട പ്രവർത്തനമല്ല, രണ്ടാം ഘട്ട പ്രവർത്തനം വെച്ചാൽ ഇന്ന് SIRമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരിറക്കുന്ന സമാപിക്കുന്ന ദിവസം. അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങൾ ചുമരെഴുത്തായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. സ്ഥാനാർത്ഥിയെ പാർട്ടി എപ്പോൾ പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ ബാക്കിയുള്ള പണിയൊക്കെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് UDF പാലക്കാട് ബ്ലോക്കിൽ. ഇവിടെ തന്നെ വലിയപാടത്ത് തന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ സ്വന്തം ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ ബൂത്തിൽ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു കുറവുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേര് രാഹുൽ സ്ഥാനാർത്ഥിയാവും എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ആര് സ്ഥാനാർത്ഥിയാകും, കണ്ണൻ ഗോപിനാഥ് വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിലെ ഉത്തരം തരാൻ പറ്റുമോ? പാർട്ടി ആരെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനിയിപ്പോൾ മാതൃഭൂമി റിപ്പോർട്ടർ ഗോകുലാണെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അപ്പോൾ സ്ഥലം ഒഴിച്ചിടുമ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടി വരുമോ, എങ്ങനെയാണ്? ഇല്ല, അത് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ സ്പേസ് കൊടുക്കും. ആരാണേലും പേരുണ്ട്, പേരിനൊരു 8 or 10 അക്ഷരങ്ങളൊക്കെ കാണില്ലേ, അപ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ രാഹുല് വലിയ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ അവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് രാഹുൽ. ഒരുപക്ഷെ രാഹുലിന് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ തോന്നുന്നത്? ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. സത്യം ജയിക്കും. അതെ, സത്യം ജയിക്കും. എന്താണ് ചുമരെഴുത്ത് ആവേശത്തിലായി? തീർച്ചയായും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളായി. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചാലും ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് 100% ഞങ്ങൾ പാലിക്കും. ഏതായാലും അതിൻ്റെ ഒരു പ്രധാന തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ചുമരെഴുത്തുകൾ കോൺഗ്രസ് ആരംഭിക്കുകയാണ്. ഏറ്റവും മുന്നിൽ, അതായത് ഈ പ്രചരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലൊക്കെ ഏറ്റവും മുന്നിൽ എന്നുള്ളൊരു കാര്യം ആണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചുമരെഴുത്തുകളും ആരംഭിക്കുന്നത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.